പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയെന്ന വിവരം. VT ബൽറാമിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC നിർവാഹക സമിതി അംഗം CB ബാലചന്ദ്രൻ രംഗത്ത് വന്നു. ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. തൃത്താലയിലെ തോൽവിക്ക് കാരണം അഹംഭാവവും ധാർഷ്ട്യവും ധിക്കാരവുമാണ്. ധിക്കാരം തുടർന്നാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും CB ബാലചന്ദ്രൻ്റെ മുന്നറിയിപ്പ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സീറ്റ് കിട്ടാത്തപ്പോൾ ഒന്നും എൻ്റെ പ്രിയപ്പെട്ട സ്റ്റേജിൽ ശ്രീ മൊയ്തീൻ പറഞ്ഞപ്പോൾ പോലെ ഒന്നും കാലുമാറാനും കരിങ്കാലിപ്പണി ചെയ്യാനും തോൽപ്പിക്കാനൊന്നും നടന്ന ചരിത്രമില്ല. ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന് ഒരു ചില്ലിക്കാശിന്റെ അധ്വാനമില്ലാതെ മേലെ നിന്ന് കെട്ടി ഇറക്കി ഇവിടെ വന്ന് MLA ആയി. ഇവിടെ കുറേ ആളുകൾ ഇതൊന്നുമല്ല, ആരോടും ഒന്നും കണ്ടാൻ വേണ്ടില്ല, ഫോൺ എടുക്കില്ല, സംസാരിക്കില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേതാക്കന്മാരെന്താ പറയേണ്ടത്? അത് പരിഹരിക്കണം എന്ന് പറയുന്നതിന് മുമ്പേ എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഈ വാശിയൊക്കെ യോഗത്തിലുണ്ടായത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാനാണെന്ന് വരുന്നത് അത് ഈ നാട്ടിൽ നടക്കില്ല. അത് അവസാനിപ്പിച്ച അടങ്ങുള്ളൂ ഈ വരുന്ന ദിവസങ്ങളിൽ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജയിക്കേണ്ട നിയോജകം നമുക്ക് നഷ്ടപ്പെട്ടത് ഈ ധിക്കാരവും അഹംഭാവവും ധാർഷ്ട്യവും ഒക്കെ കൊണ്ട് തന്നെയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. ഈ തൃത്താലയിലെ കോൺഗ്രസിൽ ചെറിയ പൊട്ടിത്തെറി എന്ന് പറയാൻ കഴിയുമോ ശ്രീജിത്ത്? SKN ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ബൽറാം സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് തന്നെ അവിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ രാഹുൽ ബ്രിഗേഡിന്റെ ഭാഗമായി ഒരു ഗ്രൂപ്പ് ഹണ്ടിംഗ് ഒക്കെ നടത്തി ഉരുക്കിയെടുത്ത സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് ബൽറാം മണ്ഡലത്തിലേക്ക് വരുന്നത്. എന്തായാലും VT ബൽറാം ആ മണ്ഡലത്തിൽ വന്നപ്പോൾ ഉണ്ടായ അസ്വാരസ്യം, പിന്നീട് അദ്ദേഹം ഒരു തവണ MLA ആയി ആ മേഖലയിൽ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് വലിയ ഗ്രൗണ്ട് ആ മേഖലയിൽ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ആ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റാവുന്ന CB ബാലചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റും ഇപ്പോൾ KPCC എക്സിക്യൂട്ടീവ് അംഗവും ഒക്കെയായ CB ബാലചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വരുന്ന ആ പ്രതികരണം VT ബൽറാമിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസമുള്ളത്. MLA ആയ ശേഷം പാർട്ടിയെ നശിപ്പിക്കാൻ നേതൃത്വം നൽകി. തൃത്താലയിലെ തോൽവിക്ക് കാരണം ഇത്തരത്തിലുള്ള അഹംഭാവവും ധാർഷ്ട്യവും ധിക്കാരവുമാണ്. ധിക്കാരം തുടർന്നാൽ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. താൻ ഈ പാർട്ടിക്ക് വേണ്ടി രക്തവും നീരും അതുപോലെ തന്നെ മാംസവും മജ്ജയും ഒക്കെ കളഞ്ഞ മനുഷ്യനാണ്. സ്വാഭാവികമായി ഇത്തരത്തിൽ ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ആ മേഖലയിലുണ്ട്. കോൺഗ്രസ്സുകാരെ കണ്ടാൽ അടിക്കാൻ നടക്കുന്ന കാലത്ത് കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളാണ്. ഇത്തരത്തിൽ പലരെയും കണ്ടാൽ ഫോൺ പോലും എടുക്കുന്നില്ല. ഇതാണ് തോൽവിക്ക് കാരണം, കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് കാരണമെന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥി ആരാണെങ്കിലും AICC പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവരെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും തുടർന്നാൽ ഇനി അവിടെ വിജയിക്കാനാകുമെന്നൊരു ആശങ്ക കൂടി പങ്കുവെക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബൽറാമിന് എതിരെ നിന്നുകൊണ്ട് ഒരു വിഭാഗം കപ്പൂരിൽ നടത്തിയ ഒരു കൺവെൻഷൻ, ഒരു പ്രാദേശിക കൺവെൻഷനിൽ വെച്ചാണ് മുൻ DCC പ്രസിഡന്റ് കൂടിയായ CB ബാലചന്ദ്രന്റെ പ്രതികരണം. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കെയാണ് കോൺഗ്രസിൽ തൃത്താലയിൽ ഇത്തരത്തിലൊരു നേതാവിന്റെ പരസ്യമായ VT ബൽറാമിനെതിരായുള്ള ഒരു വിമർശനം എന്നുകൂടി കാണാതിരുന്നുകൂടാ. എന്തായാലും ഈ വിഷയത്തിൽ കാര്യമായ രീതിയിലുള്ള പ്രതികരണമൊന്നും നേതാക്കൾ ഇതുവരെ നടത്തിയിട്ടില്ല താനും. SKN. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത് ശ്രീകുമാരൻ.